ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നും കുറച്ച് സ്കിൻ കെയർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇട്ടായിരുന്നു. അതുപോലെയല്ല, നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഇട്ടിട്ടും കാര്യമുള്ളൂ. അപ്പം ബേസിക് കാര്യം എന്തെന്ന് അറിയണ്ടേ? അപ്പോൾ വായോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ സ്റ്റോറി തന്നെ പറയാം. എനിക്ക് മുൻപ് സ്കിന്നിൽ എനിക്ക് പിമ്പിൾസ് അധികം വരാറില്ല, പക്ഷേ എനിക്ക് സൺ ടാൻ അടിച്ചിട്ട് വൈറ്റ് കളർ സ്പോട്ട് വരാറുണ്ട്. അങ്ങനെ എൻ്റെ ഫേസ് ഫുള്ള് വൈറ്റ് കളർ സ്പോട്ടായി. എൻ്റെ കയ്യിലൊന്നും അധികം ഇല്ല, കൂടുതൽ എനിക്ക് വന്നിട്ടുള്ളത് ഫേസിലാണ് വന്നിട്ടുള്ളത്. ഞാൻ 2 വീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബസ്സിൽ പോകുന്ന സമയത്തും എനിക്കൊന്നില്ലായിരുന്നു. 2 വീലർ പോയി തുടങ്ങിയതിന് ശേഷമാണ് എനിക്കിങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫേസ് ഫുള്ള് വൈറ്റ് കളർ സ്പോട്ട് വന്നു. നെക്സ്റ്റ് അത് കൂടുതലായതിന് ശേഷം എനിക്ക് ഐക്കകത്ത്, അതായത് കണ്ണിനകത്ത് വൈറ്റ് കളറില്ലേ, അവിടെ വലിയ ബബിൾസ് ആയിട്ട്, അതായത് സൺ ടാൻ അടിച്ചിട്ട് വലിയ ബബിൾസ് ആയിട്ട് നിന്ന് അതെനിക്ക് വെയിനിലോട്ട് ഇഷ്യൂ ആയി. എൻ്റെ അത് ഒരു സൈഡ് ഹെഡെല്ലാം ഭയങ്കര പെയിൻ ആയിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു സ്കിൻ കെയർ ഹോസ്പിറ്റലിലോട്ട് പോയായിരുന്നു. അതായത് കുമാരപുരത്തുള്ള സ്കിൻ കെയർ സ്പെഷ്യൽ ഹോസ്പിറ്റലിലാണ് ഞാൻ പോയിട്ടുള്ളത്. അവിടെയുള്ള രാജേഷ് ഡോക്ടറിനെയാണ് ഞാൻ മീറ്റ് ചെയ്തത്. അതിനുശേഷമാണ് എൻ്റെ സ്കിന്നിന് ഒരുപാട് ഒരു മാറ്റം വന്നത്. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളും 2 വീലർ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പം നിങ്ങളുടെ സ്കിന്നും നന്നായിട്ടിരിക്കണ്ടേ? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സ്കിന്നിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്ത കാര്യങ്ങൾ ക്രീം ഐറ്റം ഒന്നുമല്ല. അത് ക്രീം ഐറ്റം യൂസ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മെഡിസിൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഉള്ളിൽ കഴിക്കേണ്ട മെഡിസിൻസ് ഒക്കെ ഞാൻ ആദ്യം ഡോക്ടർ പറഞ്ഞ പ്രകാരം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തത് എങ്ങനെയാണ്? കണ്ടിന്യൂ ചെയ്ത് ഞാൻ മെഡിസിൻ ഒന്നും യൂസ് ചെയ്തതിന് ശേഷം അല്ല ഈ സ്കിന്ന് ക്ലീൻ ആക്കി എടുത്തതെന്ന്. അതിപ്പോൾ എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അന്ന് എൻ്റെ ഫേസ് എങ്ങനെയാണ് ഇരുന്നതെന്നും ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും അറിയാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ 2 വീലറാണോ യൂസ് ചെയ്യുന്നതെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു അതെ, 2 വീലറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇയാൾ ഒരു കാര്യം ചെയ്യുക, ഹാഫ് ഫേസ് ഹെൽമെറ്റാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അതായത് നമ്മൾ ഫേസ് കാണും. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് പോലും ഇങ്ങനെ താഴ്ത്തിയിടത്തില്ല. നമ്മൾ ഫേസൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വണ്ടിയിലൊക്കെ, അതായത് ഫസ്റ്റ് ടൈം വണ്ടിയൊക്കെ എടുക്കുന്ന ടൈമിൽ അങ്ങനെ പറന്ന് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റിയെടുത്തു. അത് മാറ്റിയിട്ട് ഡോക്ടർ പറഞ്ഞു ഫുൾ ഫേസ് ഹെൽമെറ്റ് മേടിക്കാൻ. ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഞാൻ ഫുൾ ഫേസ് ഹെൽമെറ്റ് മേടിച്ചു. അപ്പോൾ 2 വീലറിൽ പോകുന്നവർ സ്കിന്നിന് പ്രത്യേകിച്ചും കെയർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫുൾ ഫേസ് ഹെൽമെറ്റ് മേടിക്കുക. അത് നിങ്ങൾക്ക് സ്കിന്നിനായിരുന്നാലും അല്ലാതെ നിങ്ങളുടെ ഹെൽത്തിനായിരുന്നാലും ബെനിഫിറ്റ് ആണ്. നമ്മളൊന്ന് തട്ടിയോ വീഴോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്കൊന്നും പരിക്കേൽക്കത്തില്ല, അതിനും ബെറ്ററാണ്. പക്ഷേ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് യൂസ് ചെയ്തു, ബട്ട് നമ്മൾ അതിന് പുറമേ നമ്മൾ ഹെഡ് മാസ്ക് യൂസ് ചെയ്യണം. ഇപ്പം ഞാനിത് മേടിച്ചത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതായത് ഇത് ഫുള്ള് കവർ ചെയ്ത് വരും. അപ്പോൾ എൻ്റെ ഐ കാണും. ഇത് ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം, അതിനു മുമ്പ് ഞാൻ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഫേസിൽ UV എഡ്ജ് എൻ്റെ സൺസ്ക്രീൻ ലോഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് 50 SPF ആണ്, PA+++ ഉണ്ട്. 50 ഗ്രാമിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ മേടിച്ചേരി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടുമായിരിക്കും, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തത്. ഡോക്ടർ സജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഞാൻ ഈ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, സൺഗ്ലാസ് യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം ഞാനൊരു സൺഗ്ലാസ് പോലും മേടിക്കുന്നത് പോലും അതിന് ശേഷമാണ്. ഈ സ്കിന്നിൽ ഇങ്ങനെ പ്രശ്നം വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സൺ ടാൻ വന്നിട്ട് എൻ്റെ ഐക്ക് വരെ പ്രോബ്ലം വന്ന് തുടങ്ങിയതാണ്. അങ്ങനെ ഞാനൊരു സൺഗ്ലാസ് മേടിച്ചു. അപ്പോൾ ഫസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്തു, നെക്സ്റ്റ് ഹെഡ് മാസ്ക് യൂസ് ചെയ്യുന്നു, പിന്നെ ഹെൽമെറ്റ്, അതിനുശേഷം ഒരു സൺഗ്ലാസ്. അപ്പം നമ്മൾ ഫേസ് കവർ ചെയ്തല്ലോ. നമ്മൾ ഫേസ് മാത്രം കവർ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഗൈസ്? നിങ്ങൾ തന്നെ പറ. ഇപ്പോൾ ഇവിടെ എല്ലാം വൈറ്റ് കളർ ആയിരുന്നിട്ട് ഇങ്ങോട്ടെല്ലാം നമ്മുടെ ഇപ്പം തന്നെ നോക്ക്, ഇങ്ങോട്ട് ഒരു ബ്ലാക്ക് കളർ ആയിരുന്നിട്ട് കാര്യമുണ്ടോ? ഒബ്വിയസ്ലി ആൾക്കാർ പറയും ക്രീം ഇട്ട് വെളുത്തതാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് വെളുത്തതാണെങ്കിൽ പോലും, നിങ്ങളുടെ നിറം വന്നതാണെങ്കിൽ പോലും ഇതേ പറയത്തുള്ളൂ. അപ്പം ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്തത്, ഇപ്പം ഫുൾ ഹാൻഡ്, ഞാനിപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഫുൾ ഹാൻഡ് ഷർട്ടാണ് എനിക്ക് യൂണിഫോം ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഈ ഗ്ലൗസ് യൂസ് ചെയ്യും, ഇങ്ങനത്തെ ഒരു ഗ്ലൗസ്. അത് നിങ്ങൾക്ക് എന്ത് വേണോ, ഇത് തന്നെ ആകണമെന്നില്ല, എന്തെങ്കിലും ഒരു ഗ്ലൗസ് യൂസ് ചെയ്തുവരെയല്ല. നെക്സ്റ്റ് ഇപ്പം ഹാഫ് ഹാൻഡ് ടീഷർട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൗസാണ് ഇത്.
അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതുവരെ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു സൺ ലോഷൻ യൂസ് ചെയ്യും. അതായത് ബോഡി ലോഷനാണ്, സൺസ്ക്രീൻ ലോഷനാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലമ്മിൻ്റെയാണ്. ഞാൻ ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് യൂസ് ചെയ്തത്. അത് നിർത്തിയതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഷൂ ഒക്കെ യൂസ് ചെയ്യുന്നത് ഓപ്പൺ ഷൂ ആണ്, ചെരുപ്പാണ്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് സോക്സ് ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോക്സ് മേടിക്കാം. ഇത് തന്നെ ആവണമെന്നില്ല. ഞാനിത് ഓൺലൈൻ വഴി മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഡെയിലി എത്ര ടൈം ഫേസ് വാഷ് യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചിലർ യൂസ് ചെയ്യാറുണ്ട്, ഒന്ന് പുറത്ത് പോയി ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഫേസ് വാഷ് ഇട്ട് അങ്ങ് ചുമ്മാ ഇങ്ങനെ പതപ്പിച്ച് കഴിയുക. ഒരു കാര്യമില്ല. നിങ്ങളിങ്ങനെ കഴിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബഞ്ചാരാസിൽ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓറഞ്ചിൻ്റെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കൂടുതൽ സ്കിന്നിലുള്ള പോഴ്സില്ലേ അതൊക്കെ നമുക്ക് ക്ലോസ് ആവാൻ ഈസി ആയിട്ട് സഹായിക്കും. നിങ്ങൾ ഉറപ്പായിട്ട്, അതായത് നിങ്ങൾ ഒരിക്കലും ഒരു ഫേസ് വാഷ് 2 തവണ കൂടുതൽ ഒരു ദിവസം യൂസ് ചെയ്യരുത്. 2 തവണ ഞാൻ രാവിലെ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ വീട്ടിൽ വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫേസിൽ പൊടി ആയിട്ടുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകുക. അപ്പോൾ നിങ്ങളുടെ ബാഗിൽ എപ്പോഴും ഒരു ഫേസ് വാഷ് മസ്റ്റ് ആയിട്ട് വേണം. അതുപോലെ തന്നെ ഒരു ടവൽ, ബാഗിലൊരു ടവൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. അപ്പം ഇത്രയാണ് ഞാൻ നോക്കുന്ന എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ. അപ്പം എല്ലാവരും അത് 2 വീലറിൽ പോകുന്നവർ മസ്റ്റായിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യണം. ഇല്ല 2 വീലർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സൺസ്ക്രീൻ ഇപ്പം ഫേസ് വാഷ് യൂസ് ചെയ്യുക, ഒരു സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുക, സൺസ്ക്രീൻ ഫേസിലുള്ളത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് കുഞ്ഞു ഇങ്ങനെ കുരുക്കളൊക്കെ വരത്തില്ലേ, അതായത് വലിയ പിമ്പിൾസ് അല്ല, ചെറിയ ചെറിയ കുരുക്കൾ, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് മറ്റാർക്കും കൊടുക്കാതിരിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് നിങ്ങൾ തന്നെ അത് യൂസ് ചെയ്യാം. നിങ്ങൾ മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫേസിൽ ഇതൊന്നും മാസ്ക് ഒന്നും വെക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിലുള്ളതെല്ലാം ഇതിൽ വരും, നമ്മുടെ ഫേസിലോട്ടാവും. പിന്നെ നമ്മുടെ ഫേസ് എല്ലാം ഭയങ്കര ഡാമേജാണ്. ഞാൻ എൻ്റെ ഈ ഹെൽമെറ്റ് ഞാൻ മേടിച്ചതിന് ശേഷം ആർക്കും കൊടുത്തിട്ടില്ല. എക്സ്ട്രാ ഒരു ഹെൽമെറ്റ് വെക്കാറുണ്ട്. അപ്പോൾ അവരവരുടെ സ്കിൻ കെയർ സൂക്ഷിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ സ്കിന്ന് സൂക്ഷിക്കാൻ? ഞാൻ എന്തായാലും ഓൾറെഡി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോ. നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ സൂക്ഷിച്ചോ, എങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ സ്കിൻ ആവാം. ലാസ്റ്റായിട്ട് പറയാണ്, എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ഫസ്റ്റ് നമ്മുടെ ബേസ് നമ്മൾ ക്ലിയർ ചെയ്യുക. നമ്മളൊരു വീട് കെട്ടുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് കിടക്കും. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമായിരുന്നാലും നമ്മൾ ഫസ്റ്റ് ബേസ് നമ്മൾ ക്ലിയർ ചെയ്ത് പോയാൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്കിന്നിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും സെയിം പേര് തന്നെയാണ്, ബൊഗൈൻവില്ല സന തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും. അതിൽ നിങ്ങൾക്കൊന്ന് ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കെ.